ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ താരം ടാക്കം പൗഡറാണ്. സാധാരണയായിട്ട് നമ്മളത് മുഖത്തിടാനാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ മുഖത്തിടാൻ മാത്രമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതിൽ എനിക്കറിയാവുന്ന കുറച്ച് ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഞാൻ മക്കളുടെ UNO കാർഡാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ കുറേ നാൾ ഇത് എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നൊന്നുമേ ഒട്ടിയിട്ടാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാനിത് ഇട്ട് വെക്കൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ ആദ്യം കുറച്ച് UNO കാർഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും കുറച്ച് UNO കാർഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതേപോലെ UNO കാർഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള UNO കാർഡ് തീരുന്നവരെ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ അവസാനത്തെ കയ്യിലുണ്ടായിരുന്ന UNO കാർഡും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് കുറച്ചുകൂടെ ഒന്ന് പൗഡർ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഞാൻ ആ ബോക്സ് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പൗഡർ എല്ലാ കാർഡിലും ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കാർഡൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് UNO കാർഡ് മാത്രമല്ല, നമ്മുടെ സേഫ്റ്റി പിന്നെ അതല്ലെങ്കിൽ മുട്ടുസൂചിയൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ഷൂ ആണ്. ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് അല്ലേ. ഈർപ്പൊക്കെ കൊണ്ടാണ് ആ ഒരു സ്മെല്ല് ഉണ്ടാകുന്നത്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് മക്കൾ ഷൂ ഊരി കഴിഞ്ഞാൽ ഉടനെ ഇതേപോലെ കുറച്ച് പൗഡർ ആ ഷൂവിൻ്റെ ഉള്ളിലായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എക്സ്പയറി കഴിഞ്ഞ പൗഡറായാലും കുഴപ്പമൊന്നുമില്ല, സ്മെല്ല് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ഷൂവിലും കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഷൂവ് കുത്തനെ പിടിച്ചിട്ട് കേട്ടോ ഒന്ന് തട്ടി കൊടുക്കുക. ഇതേപോലെ തട്ടി കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൗഡർ ഷൂവിൻ്റെ എല്ലാ ഭാഗത്തും ആകുകയും അതിലുള്ള ഈർപ്പം വലിച്ചെടുക്കുകയും ബാഡ് സ്മെല്ല് പോയി നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഷൂ എടുക്കുന്ന സമയത്ത് ബാഡ് സ്മെല്ല് ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഏറ്റവും കൂടുതൽ ഉപകാരമാവുന്നത് സ്കൂൾ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന മക്കൾക്കാണ് കേട്ടോ. ഷൂ പോലെ തന്നെ ബാഡ് സ്മെല്ലുള്ള ഒന്ന് തന്നെയാണ് സോക്സ്. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അത് വിയർത്ത് ആ ഒരു സോക്സിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ബാഡ് സ്മെല്ല് വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സോക്സ് ഒന്ന് പുറമറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു സോക്സ് ഒന്ന് പുറമറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 സോക്സും പുറമറിച്ച് കൊടുക്കുക കേട്ടോ. പുറമറിച്ചതിന് ശേഷം ഇതിൻ്റെ 2 ഭാഗത്തായിട്ട് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം 2 സോക്സ് ഇതേപോലെ വെച്ചതിന് ശേഷം കുറച്ച് പൗഡർ ഈ ഒരു സൈഡിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മറുഭാഗം വെച്ച് കൊടുക്കുക. ആ ഒരു ഭാഗത്തും കുറച്ച് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കാണിച്ചതിന് ശേഷം അത് നേരത്തെ നമ്മൾ പുറമറിച്ചെടുത്തില്ല ആ ഒരു ഭാഗം ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സോക്സ് വെച്ചിട്ട് 2 ഉണ്ട് കാര്യം കേട്ടോ. ഇതേപോലെ ടൈറ്റായിട്ടുള്ള വളയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഊരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പൗഡർ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അത് നല്ലൊരു മിനുസായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ സോക്സ് കയ്യിലിട്ടതിന് ശേഷം വളയുടെ ഉള്ളിലൂടെ സോക്സിൻ്റെ ഭാഗം പുറത്തേക്കൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗം ഒന്ന് പിടിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വള എത്ര ടൈറ്റുള്ള വളയാണെങ്കിലും പെട്ടെന്ന് നമുക്കിത് ഊരി കിട്ടും കേട്ടോ. മാത്രമല്ല സോക്സ് ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ മുറിയാവുകയോ അതല്ലെങ്കിൽ ചുവന്നു പോവുകയോ ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിത് ആ ഒരു വള എനിക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെയാണുള്ളത്. ഒട്ടും പ്രഷർ ചെയ്യാതെ തന്നെ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഹാൻഡ് ബാഗാണ്. ഇത് പുറത്തേക്ക് പോകുമ്പോൾ മാത്രം കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും എടുക്കുന്ന ബാഗ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ ഒരു ബാഗിൻ്റെ കുഞ്ഞു കുഞ്ഞു അറകളിലെല്ലാം കുറച്ച് പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ തന്നെ മതി. നമ്മൾ ആ ഒരു സിബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു പൗഡറിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് മക്കളുടെ സ്കൂൾ ബാഗ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ബാഗ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ മക്കളുടെ സ്കൂൾ ബാഗിലും ഈ ഒരു രീതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാഗ് എടുക്കുന്ന സമയത്തും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ടുള്ള ടിപ്പാണ്, എന്നാൽ വളരെ യൂസ്ഫുൾ ആണ്. താനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം.
ഇനി ഞാൻ കാണിക്കുന്നത് നല്ലൊരു പാക്കാണ് കേട്ടോ. ഞാൻ കുറച്ച് മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ മുഖമൊക്കെ വല്ലാതെ വലിഞ്ഞു മുറുകി ഡള്ളാവാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അത്. ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും അതിലേക്ക് ഒരു ഇത്തിരി പൗഡറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ തന്നെയാണ് നമുക്കിത് കിട്ടേണ്ടതും. ഇനി ഈ ഒരു പൗഡറും മോയ്സ്ചറൈസറും ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് കയ്യിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ തേച്ച ഭാഗത്ത് ഉള്ള മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല പോലെ എനിക്ക് വൈറ്റിഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതൊന്നുകൂടെ നമുക്ക് ഡ്രൈ ആകുമ്പോൾ ഈ ഒരു കുത്തുന്ന ആ ഒരു വൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഈ കൈയിൻ്റെ പുറം ഭാഗത്തെല്ലാം ഈ ഒരു മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ വൈറ്റിഷ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കയ്യിലുള്ള മാറ്റം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിതാ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എണ്ണയായി കഴിഞ്ഞാൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു എണ്ണമയം അവിടെ ഉണ്ടാവാറുണ്ട് അല്ലേ. ടൈലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ നമ്മൾ വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇനി ഇതുപോലെ എണ്ണ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എണ്ണ കവർ ചെയ്യുന്ന രീതിയിൽ എണ്ണയ്ക്ക് മുകളിലായിട്ട് കുറച്ചൊന്ന് പൗഡർ ഇട്ട് കൊടുക്കുക. പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണമയമില്ലാതെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിത് അവിടെ തുടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണമയം അവിടെ ഒട്ടും ഇല്ല കേട്ടോ. ഇനി ഇതേപോലെ തന്നെ മിറർ ക്ലീനിങ്ങിനായിട്ട് നമുക്ക് പൗഡർ യൂസ് ചെയ്യാം. ഈ ഒരു കണ്ണാടിയുടെ വശത്ത് നന്നായിട്ട് അഴുക്കും പാടൊക്കെ പിടിച്ചിട്ടുണ്ട്. അതും നമുക്കൊരു പൗഡർ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. ഈ ഒരു കണ്ണാടിക്ക് മുകളിലായിട്ട് ഞാൻ കുറച്ച് പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരുപാട് പൗഡറൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്ലാസ്സിലുണ്ടാകുന്ന എണ്ണമഴ മഴക്കൊക്കെ നമുക്ക് പോയി നല്ല പോലെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ഡ്രസ്സാണ്. അതിൽ കുറച്ച് എണ്ണ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഡ്രസ്സിൽ ഇതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എണ്ണക്കറയാവാറുണ്ട് അല്ലേ. അത് നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാനുള്ളൊരു സിമ്പിൾ ടിപ്പാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഏത് ഡ്രസ്സിലാണോ എണ്ണമയം ഉള്ളത് ആ ഒരു ഡ്രസ്സിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കുക. ഉൾഭാഗത്തും അതേപോലെ തന്നെ പുറം ഭാഗത്തുമായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു വശത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്തും നന്നായിട്ട് തന്നെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒഴിവാക്കിയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഡ്രസ്സിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണമയം നമുക്ക് അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ ആദ്യം ഞാൻ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ കുറച്ചുകൂടെ പൗഡർ രണ്ട് വശത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു എണ്ണമയമൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഡ്രസ്സിലൊക്കെ എണ്ണയാവുന്ന സമയത്ത് ഈ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശമാണ് കേട്ടോ. നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശത്ത് നന്നായിട്ട് എണ്ണയും മെഴുക്കൊക്കെ ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കാണുന്നുണ്ടാകും നന്നായിട്ട് എണ്ണമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാനിത് അതേപോലെ പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൗവിൻ്റെ ടോപ്പ് വശത്ത് ആയിട്ട് കുറച്ച് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണമയൊക്കെ ഇല്ലാതെ എനിക്ക് നല്ല പോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത്. ഞാൻ മോൻ്റെ യൂണിഫോമിൻ്റെ ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കോളറിൽ നന്നായിട്ട് തന്നെ അഴുക്കുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കോളറിൻ്റെ ഭാഗത്ത് അഴുക്ക് പോയി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അഴുക്കാവാതിരിക്കാൻ നമ്മൾ ഇടുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരു സൂപ്പർ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇടാത്തൊരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കോളർ ഭാഗം നിവർത്തി വെച്ചതിന് ശേഷം ആ കോളറിൽ അത്യാവശ്യം പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൗഡർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കോളറിൻ്റെ രണ്ട് തലയും പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളിട്ട് കഴിഞ്ഞാലും സാധാരണ കോളറിൽ അഴുക്കുണ്ടാകുന്ന അത്ര അഴുക്ക് പിടിക്കൂല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ഷർട്ടിൻ്റെ കോളറിൽ മാത്രമല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ വേർപ്പിൻ്റെ അംശമൊക്കെ ആയി കഴിഞ്ഞിട്ട് ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്തും മഞ്ഞ നിറം വരാറുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഭാഗത്തും കൂടെ കുറച്ച് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോളറിലുണ്ടാവുന്ന അഴുക്കും കക്ഷത്തിലുണ്ടാവുന്ന ആ ഒരു കളർ മാറ്റമൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പൗഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.